ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ കൊച്ചിയിലെ വൈപ്പിൻ എന്ന സ്ഥലത്തെ നായരമ്പലം എന്ന പ്രദേശത്ത് നിന്ന് ചെറായി ജംഗ്ഷനിലേക്ക്, അതായത് ചെറായി ബീച്ചൊക്കെയുള്ള ആ സ്ഥലത്തേക്കുള്ള ഒരു റോഡ് യാത്രയാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത്. നായരമ്പലം വളരെ പുരാതനമായ സ്ഥലമാണ്. വളരെ ക്ഷേത്രങ്ങളും അങ്ങനെയുള്ള പല കൃഷിപരമായിട്ടൊക്കെ വളരെ മുന്നേക്കുന്നൊരു സ്ഥലമാണ് നായരമ്പലം. അപ്പോൾ അവിടുന്ന് നമ്മളിപ്പം ചെറായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കൂടി നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം എടവനക്കാട് വഴിയാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ വീഡിയോ ഒക്കെ നമ്മൾ ചെറായി വരെ പോകുന്ന വീഡിയോ കാണിക്കുന്നില്ല. കുഴിപ്പള്ളി എന്ന സ്ഥലമുണ്ട്. കുഴിപ്പള്ളി എന്ന സ്ഥലം, അതായത് പ്രശസ്തമായ കുഴിപ്പള്ളി ബീച്ച് നിലകൊള്ളുന്ന സ്ഥലം. ആ സ്ഥലത്തൂടെയാണ് പോകുന്നത്. ബീച്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിലും അതുവഴിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുഴിപ്പള്ളി ബീച്ച് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അതുവഴിയാണ് പോകുന്നത്. പക്ഷെ ബീച്ച് നമുക്ക് കാണാൻ പറ്റത്തില്ല. മെയിൻ റോഡിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകണം. പക്ഷെ നല്ലൊരു ഇതാണ്, യാത്രാ അനുഭവമാണിത്. റോഡിന് വലിയ വീതിയില്ലെങ്കിലും തീരെ ഇടുങ്ങിയതല്ല. അത്യാവശ്യം വണ്ടികൾ കടന്നു പോകാനുള്ള നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷേ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. ഇതൊരു ഞായറാഴ്ച ദിവസമായിട്ടും നല്ല തിരക്കുള്ളൊരു റോഡായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ ദൃശ്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുക. നമുക്ക് ഈ യാത്രയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് റോഡിൻ്റെ ഇരുവശത്തും ധാരാളം കടകളും കാര്യങ്ങളും വളരെ തിരക്കേറിയൊരു പ്രദേശമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വളരെയധികം വീടുകളും ഇരുവശത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് പക്ഷേ അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ളൊരു പ്രദേശമാണിത്. ചെറു പട്ടണങ്ങളെല്ലാം നമുക്ക് ഇത് നമ്മൾ കുറേ കടന്നു പോയിട്ടുണ്ട് ഇപ്പം ഇതുവരെ. അപ്പോൾ വളരെ ഇപ്പം റോഡ് കണ്ടാൽ തന്നെ അറിയാം, നല്ല നിലവാരത്തിൽ പണിതേക്കുന്ന റോഡാണ്. ഇച്ചിരി വീതി കുറവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു നിലവാരത്തിൽ തന്നെ സഞ്ചാരം വളരെ ആസ്വാദികരമാക്കാൻ തക്ക രീതിയിലുള്ള റോഡുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം മെയിൻലി ഇതൊരു കോസ്റ്റൽ ഏരിയ ഉണ്ട്, തീരദേശ പ്രദേശമായിട്ട് പല ആൾക്കാരും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ മറ്റ് പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് മത്സ്യങ്ങൾ പല കടകളിലും കിട്ടും. കടകളിലും റോഡ് സൈഡിലൊക്കെ ഇരുന്ന് വിൽക്കുന്ന കാണാം. ഫ്രഷ് മത്സ്യങ്ങളാണ് കടലിൽ നിന്നും കായലിൽ നിന്നും ഒക്കെ പിടിച്ചുകൊണ്ടിരുന്ന
മത്സ്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ നമുക്ക് അവരെ മേടിക്കാൻ പറ്റും. അല്പം വില പേശാമെങ്കിൽ അത്യാവശ്യം നല്ലൊരു മോശമല്ലാത്ത ഒരു റേറ്റിൽ നമുക്കത് ലഭ്യമാണ്. പക്ഷേ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ ഇച്ചിരി നല്ല രീതിയിൽ വില പേശാം. നമുക്ക് മത്സ്യങ്ങളെ പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാരെ നമുക്ക് നല്ല രീതിയിൽ വില പേശാം. അപ്പോൾ ഏതായാലും യാത്ര നമ്മൾ മുന്നോട്ട് തുടരുകയാണ്. കുഴിപ്പള്ളി എന്ന സ്ഥലം വരെയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടം വരെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നല്ല വെയിലുണ്ട് പുറത്ത്. ഈ സ്ഥലത്തിന്റെ പേരാണ് വാച്ചാക്കൽ. വാച്ചാക്കൽ എന്ന സ്ഥലമാണ്. ഫ്ലൈറ്റ് മേടിച്ചില്ല, അങ്ങോട്ട് ചെല്ലട്ടെ. തിരക്കുള്ള സ്ഥലത്തോടെ അതാണ്. പിന്നെ നമ്മൾ മിറാഷ് കൺട്രി കൺട്രോളില് നമ്മുടെ ഫ്രണ്ടില് പോയിരിക്കാണ്. ഇപ്പൊ അങ്ങ് ദൂരെ നോക്കിയാ അങ്ങ് ഫ്രണ്ടിലൊക്കെ മിറാഷാണ്. ഏറ്റവും ഫ്രണ്ട് അങ്ങ് ദൂരെ വെള്ളം കിടക്കുന്ന തോന്നുന്നുണ്ടോ? ബൈക്കിന് ഇവിടെ ഉണ്ട്.